ഗൈസ്, പാതിരാത്രിയിൽ ഇട്ടിരുന്ന ഷർട്ടും പാന്റും എല്ലാം നിഷ്കരണം ഊരിക്കളഞ്ഞ് നമ്മുടെ ബ്രോ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടമായിരുന്നു കേട്ടോ. സംഭവം നമ്മളിന്ന് പോപ്പർ ഉപയോഗിച്ച് ബാരക്കൂട പോലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം സംഭവിച്ചത് വല്ലാത്തൊരു ചരിത്രമായിരുന്നു. പോപ്പറിൽ പല ടൈപ്പിലെ ആക്ഷൻ ട്രൈ ചെയ്ത് വലിക്കുന്നതിനിടയ്ക്ക് വലിയ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാത്തൊരു അടിയങ്ങ് പൊട്ടി. അടിച്ച മീനാണെങ്കിൽ കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം വെള്ളത്തിൽ കിടന്നൊരു ഉണങ്ങിയ മരച്ചില്ലയിൽ കൊണ്ട് ബ്രൈഡ് കുരുക്കിയിരിക്കുകയാണ്. ഇത് കാണേണ്ട താമസം നമ്മുടെ സുമേഷ് ബ്രോ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടമായിരുന്നു കേട്ടോ. നല്ല ആഴമുള്ള ഈ സ്ഥലത്ത് ആശാൻ നീന്തി ചെന്ന് പല രീതിക്ക് ബ്രൈഡ് തട്ടിമാറ്റാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് പുള്ളി ചില്ലയുടെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറി ഒടിച്ചങ്ങ് വെള്ളത്തിലേക്ക് ഇട്ടു. ഈ ഒരു ടൈമിൽ ഫ്രീ ആയ മീൻ വീണ്ടും ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് നമ്മുടെ ബ്രോ ജെറ്റ് വിട്ട പോലെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം മീൻ ഇപ്പോൾ നമ്മുടെ കൺവെട്ടത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടപ്പോൾ ഞെട്ടി എന്ന് പറയാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെമ്പല്ലി കയറി നമ്മുടെ പോപ്പർ എടുക്കുന്നത് കേട്ടോ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇവനെ കറക്റ്റ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോപ്പറിന്റെ ഹുക്ക് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം സൈസ് ഉള്ളവനായതുകൊണ്ട് തന്നെ ഇവനെ ഓടിച്ച് തളർത്തി നമ്മുടെ ലാൻഡിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കരയിലെ ഈ പൊക്കമുള്ള ഏരിയയിൽ നിന്നും മാറി ഇടിഞ്ഞു കിടക്കുന്ന ഏരിയയിലേക്ക് എത്തിയാൽ നൈസിന് ഇവനെ വലിച്ചടിച്ചങ്ങ് കയറ്റാൻ സാധിക്കും. അങ്ങനെ ഓടി തളർന്ന ആശാനെ നൈസിന് നമ്മുടെ ലാൻഡിംഗ് ഏരിയയിലേക്ക് തന്നെ വലിച്ചടിപ്പിച്ചിരിക്കുകയാണ്. അറ്റത്തേക്ക് എത്തിയ ആശാനെ ലീഡർ ലൈനിൽ പിടിച്ച് വലിച്ചടിച്ചെടുത്ത് അങ്ങ് കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ കരയിലേക്ക് എടുത്തിട്ടപ്പോഴാണ് ഇവന്റെ കറക്റ്റ് സൈസ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇവന്റെ സൈസിന്റെ ഉപരി പോപ്പറിൽ അടിച്ചു കിട്ടിയ ചെമ്പല്ലി എന്നുള്ള ബഹുമതി നമ്മൾ ഇവന് കൊടുത്തിരിക്കുകയാണ്. സാധാരണയായി ലൂറിലും ഷാഡിലും ഷ്രിമ്പിലും ഒക്കെയാണ് ചെമ്പല്ലികളെ സ്ട്രൈക്ക് ചെയ്ത് കിട്ടാറ്. വെള്ളത്തിന്റെ മീതെ വരുന്ന ഒരു പോപ്പറിൽ സ്ട്രൈക്ക് ചെയ്യുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ചിലപ്പോൾ ഇതിനു മുന്നും ആരും അറിയാതെ പോയ ചെമ്പല്ലികളെ പോപ്പറിൽ കിട്ടിയ ചൂണ്ടക്കാർ കണ്ടേക്കാൻ കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം എന്നത് നമ്മുടെ ലൈഫിലെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്.